ഹലോ, നമ്മൾ 1 ടീസ്പൂണ് റാഗി പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു അറബിക് ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ അറേബ്യൻ നാടുകളിലെല്ലാം അവർ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത്. മുത്താറിപ്പൊടി എന്ന് പറയും. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് മാത്രമല്ല, ഇനി 2-3 ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ മുത്താറി പൗഡർ, ചില നാട്ടിൽ ചൊളാണ്ടി എന്നെല്ലാം പറയും. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ എന്ന് പറയുന്നത് തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത സാധാ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഒരുപാട് പാൽ ഒഴിക്കരുത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായി പോകും. അപ്പോൾ നമ്മുടെ ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ള രൂപത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അപ്പോൾ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാലെല്ലാം മതിയാവും 1 ടേബിൾ സ്പൂൺ റാഗി പൗഡറിന്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കണം. പിന്നെ നിങ്ങളുടെ അടുത്ത് തേനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം തേനും കൂടി ആഡ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ടാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഈ അറേബ്യന് അവർക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫേസ് പാക്ക് എന്നെല്ലാം പറയുന്നത് വെളുക്കാൻ വേണ്ടി മാത്രം തേക്കുന്ന സാധനമല്ല. നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളെല്ലാം വല്ലപ്പോഴും എല്ലാം മുഖത്ത് യൂസ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു അലോവേര ജെല്ല് വെച്ചിട്ട് നമ്മൾ വെറുതെ മുഖം മസാജ് ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം സഹായിക്കും ഇങ്ങനെയുള്ള സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ വെളുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നത് എന്നുള്ള ആ ഒരു ധാരണ മാറ്റണം. ഒരുപാട് കമൻസ് കാണാം ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ ഈ അറേബ്യയിലുള്ള അവർക്കൊന്നും ഇങ്ങനത്തെ ഫേസ് പാക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരം ക്വസ്റ്റ്യനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് ഫേസിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയട്ടോ. ഫസ്റ്റ് ഒരു കഴുകുന്ന ആ ഒരു സമയത്ത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുമെങ്കിലും അത് ഒരു 24 ഹവേഴ്സ് മാത്രമേ മുഖത്ത് നിലനിൽക്കൂ, പെർമനൻ്റായിട്ട് നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ പെർമനൻറ്റ് റിസൾട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യുക. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. മുഖത്തുള്ള ഒരു കറുപ്പും കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണ് ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.